ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് മലയാള സിനിമയിലെ ചില ബിസിനസ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഒരു സിനിമ കാണാൻ പോയാലേ ആ സിനിമ കാണാൻ പോകുന്നത് എന്തിനായിരിക്കും? ചിലപ്പോൾ ആ നടനെയോ അല്ലെങ്കിൽ നടിയോ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ സിനിമയെക്കാളും കൂടുതലും അവരെ ഇപ്പോൾ കാണുന്നത് എവിടെയാണ്? പരസ്യങ്ങളിലാണ്. ഈ പരസ്യങ്ങളിലൊക്കെ ഇവരെ കാണുമ്പോൾ ആ ഒരു ഇഷ്ടത്തിന് നമുക്ക് എവിടെയൊക്കെയോ ഒരു മങ്ങലേൽക്കാറുണ്ടല്ലേ. ഇവിടെ ശാന്തിവിള ദിനേശ്, അത് സംവിധായകനായിട്ടുള്ള ശാന്തിവിള ദിനേശ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മഞ്ജു വാര്യരെയും ജയസൂര്യയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ പരുഷമാണെങ്കിൽ പോലും അതിൽ നമ്മൾ കാണാതെ പോകുന്ന ചില വശങ്ങളുണ്ട്. വീഡിയോ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഭിനയം വേഴ്സസ് വിൽപ്പന എന്നുള്ള കാര്യമാണ്. അവിടെ മഞ്ജു വാര്യരെയാണ് അദ്ദേഹം മുൻനിർത്തി സംസാരിച്ചത്. അഭിനയം ക്ലച്ച് പിടിക്കാത്തത് കൊണ്ടാണ് മഞ്ജു പരസ്യത്തിൽ വരുന്നു എന്നാണ്. എന്നാൽ നമുക്കറിയാലേ മഞ്ജു വാര്യർ എത്ര വലിയ നടിയാണെന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് സിനിമകൾ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ആ പഴയ മഞ്ജു മാജിക് ഒന്നും ഇപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല. അതൊരു പരാതി തന്നെയാണ്. അത് മിക്കവർക്കും പരാതിയുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് കിട്ടുന്ന ബഹുമാനം അവർ വന്ന് വിൽക്കുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. പപ്പടം മുതലേ സ്വർണം വരെ സകല സാധനങ്ങളും മഞ്ജു വാര്യർ വന്ന് ഇത് സൂപ്പറാ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു മടുപ്പായിട്ട് മാറുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ശാന്തിവിള ദിനേശ് മറ്റൊരു പരാമർശം കൂടി നടത്തുകയുണ്ടായി. അതായത് ഫാൻസി ഡ്രസ്സ് പരാമർശം. ഒരുപക്ഷെ അവർ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ആ ഒരു വേഷങ്ങളെ കണ്ടിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. എന്തായാലും ഒരു താരം തന്റെ ഗൗരവം കളഞ്ഞുകൊണ്ട് എല്ലാത്തിലും വന്ന് നിൽക്കണോ എന്നാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ഇനി അടുത്തൊരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം നമ്മുടെ ജയസൂര്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജയസൂര്യയും സേഫ് ബോക്സ് വിവാദവും നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഈ ഒരു വിവാദം എങ്ങനെ ജയസൂര്യയുടെ ആ ഒരു ഇമേജിനെ തന്നെ ഇല്ലാതാക്കി എന്നുള്ള കാര്യം. ജയസൂര്യയുടെ കാര്യം വരുമ്പോൾ ചർച്ച കുറച്ചുകൂടി ഗൗരവമുള്ളതാകുകയാണ്. കാരണം നമ്മൾ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ സേഫ് ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുകയും പിന്നീട് ഇഡി വന്ന് ആ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയൊക്കെ ചെയ്തപ്പോൾ അത് മോശമായിട്ട് ബാധിച്ചത് അദ്ദേഹത്തിന്റെ ഇമേജിനെ തന്നെയാണ്. ഇവിടെ ശാന്തിവിള ദിനേശ് ചോദിക്കുന്ന ചോദ്യവും പ്രസക്തമാണ്. ദാരിദ്ര്യം അറിഞ്ഞ നിനക്ക് ഇത്രയും പണം ഉണ്ടായിട്ട് എന്തിനാണ് ഈ ഒരു ആക്രാന്തം എന്നായിരുന്നു അദ്ദേഹം പച്ചയ്ക്ക് തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഈ താരങ്ങൾ ഒരു പരസ്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ആ കമ്പനി വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം അവരെ വിശ്വസിച്ചാണ് ഇവിടെ സാധാരണക്കാർ എന്താണ് പണം മുടക്കുന്നത്. അപ്പൊ പണം മാത്രം നോക്കി എന്തിനും തലവെച്ച് കൊടുക്കുന്നത് ഒരു താരത്തിനെ ചേർന്നതാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് തമിഴ് താരങ്ങളുടെ നിലപാടും നമ്മുടെ രീതിയും കുറിച്ചാണ്. അതായത് ഇവിടെയാണ് കമലഹാസനും അജിത്തും രജനീകാന്ത് തുടങ്ങിയവരുടെയൊക്കെ ആ ഒരു പേര് പ്രസക്തമാകുന്നത്. അവർക്ക് വേണമെങ്കിൽ ഓരോ വർഷവും 100 കണക്കിന് കോടി രൂപ സമ്പാദിക്കാൻ പറ്റും, അത് പരസ്യങ്ങളിലൂടെ മാത്രം. പക്ഷെ അവരത് ചെയ്യുന്നില്ല. കാരണം എന്താണ്? തങ്ങൾ സ്ക്രീനിൽ പറയുന്ന വാക്കിന് ഒരു വിലയുണ്ടെന്നും അത് വെറും കച്ചവടത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കില്ല എന്നുള്ള അവരുടെ നിർബന്ധമാണത്. ഇവിടെ നമ്മുടെ ലാലേട്ടനും ടൊവിനെയും മമ്മൂക്കയും ഒക്കെ പരസ്യങ്ങളിൽ വരുന്നുണ്ട്. ഇവിടെ ശാന്തിവിള ദിനേശ് പറയുന്നത് സുരേഷ് ഗോപിയെ പരസ്യത്തിൽ കാണാത്തത് പുള്ളി ഡയലോഗ് പറഞ്ഞു തീർക്കുമ്പോഴേക്കും സമയം തീരുമെന്നും. അദ്ദേഹം അത് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും അതിലൊരു സത്യമുണ്ട്. താരങ്ങൾ എപ്പോഴും ലഭ്യമാകുമ്പോൾ അവരുടെ മൂല്യം കുറയുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇവിടെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. അത് വിശകലനം ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ താരങ്ങൾക്കും ജീവിതമുണ്ടല്ലേ, അവർക്കും ജീവിക്കണം. സിനിമാ കരിയർ എപ്പോൾ വേണമെങ്കിലും അത് അവസാനിക്കാം. അതുകൊണ്ട് തന്നെ അവർ സമ്പാദിക്കുന്നതിൽ അത് തെറ്റില്ല. ഇനി നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു സമ്പാദ്യം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വന്തം ഇമേജ് നശിപ്പിച്ചുകൊണ്ടോ ആകരുത്. ഇവിടെ ശാന്തിവിള മഞ്ജു വാര്യരൊക്കെ തട്ടിപ്പിൽ വീഴട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വളരെ ക്രൂരമാണ്. എങ്കിലും താരങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, അത് ന്യായമാണ്. അപ്പോ കൂട്ടുകാരെ, ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? താരങ്ങൾ പരസ്യത്തിൽ അഭിനയിക്കുന്നത് പണത്തോടുള്ള ആക്രാന്തമാണോ അതോ അതൊരു പ്രൊഫഷൻ മാത്രമാണോ? എന്തായാലും മഞ്ജു വാര്യരുടെ പരസ്യങ്ങൾ നിങ്ങളെ മടുപ്പിക്കുന്നുണ്ടോ? ജയസൂര്യയുടെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും താഴെ വന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായവും നമുക്ക് ചർച്ച ചെയ്ത് തന്നെ പോകാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.